ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറി സ്റ്റൈലിൽ ചോക്ലേറ്റ് കുക്കീസാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൂടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതും അതാണ്. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനി വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാനില എസൻസ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. കൊക്കോ പൗഡർ നമുക്ക് അരിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കീസിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇതിനി ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ കുക്കീസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് പ്രത്യേകിച്ച് ഇനി എണ്ണ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളുടെ മാവിനകത്ത് എണ്ണയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പാനിൽ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ ഇതൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ബേക്കാവുമ്പോൾ ഫ്ലാറ്റ് ആയിക്കോളും. ഇതൊരു 15 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. അത് കണ്ടാൽ നിങ്ങൾ പേടിക്കണ്ട. ഇത് കൂളാവുമ്പോഴേ സ്റ്റിഫായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും വെച്ച് ഇതൊന്ന് തണുപ്പിച്ച് കട്ടിയാക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ ചോക്ലേറ്റ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.